ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയിലേക്ക് നമ്മൾ സവോള കുറച്ച് കൂടുതൽ ചേർക്കും. എന്നിട്ട് സവോള നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചേർക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 വലിയ സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഈ ഗരം മസാലയും മുളകിന്റെ പൊടിയും പച്ചമുളകൊക്കെയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങനീരാണ് ചേർക്കുന്നത്. ഇതും നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ പുഴുങ്ങിയെടുത്ത മുട്ട വേണം. അപ്പൊ നമുക്ക് നോക്കത്തെ ഇനി കറിയാക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് പതുക്കൊന്ന് വഴറ്റാം. അത് പതുക്കൊന്ന് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും സവോളയും ചേർക്കാം. സവോള കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പതുക്കൊന്ന് വഴറ്റിയിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം. ഇത് പതുക്കൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം, കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഈ സവോളയ്ക്ക് ഒന്ന് വളർന്നു കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ സവോളയുടെ ഉള്ളിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടാകുകയും ചെയ്യും. പിന്നെ സവോള കുറച്ച് കൂടുതലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പതുക്കൊന്ന് മൊരിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ സവോള ചേർത്തത്. ഈ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. സവോള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല, സവോള ഒന്ന് വഴന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം, അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സവോള നന്നായിട്ടാണ് മൊരിയാത്താനും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മൊരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം, മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കുന്നത്. ഈ ഗരം മസാലയ്ക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്ന മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങനീര് ചേർക്കാം. ഈ നാരങ്ങനീരൊക്കെ നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് ചേർക്കാം. ആ ചേർക്കാൻ പോണതിന് മുമ്പ് മുട്ട ഇങ്ങനെ പതുക്കെ ഒന്ന് 2-3 സ്ഥലത്തുനിന്ന് വരഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കും. മുട്ട നമ്മൾ കുക്കറിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ഒരു വിസിൽ വരുമ്പോഴേക്കും മുട്ട നന്നായിട്ട് വേവും. കൂടുതൽ നേരം നമ്മൾ കുക്കറിലിട്ടിട്ട് മുട്ട വേവിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ കളർ മാറിപ്പോവും. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ആ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് വിസിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മുട്ട ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട ഇതേപോലെ നല്ല വെള്ള കളറിൽ കിട്ടും. ഈ മുട്ടയ്ക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഈ മുട്ടയുടെ മുകളിലേക്ക് സവോള ഇതേപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഈ മുട്ടയുടെ ഉള്ളിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. നമ്മുടെ ഓണിയൻ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു കറിയാണിത്.